ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബീബിയുടെ ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ എന്താണ് ഹൈജീൻ എന്ന് പറയുന്ന കാര്യങ്ങളും ഹൈജീൻ ഇല്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ വാഷ്റൂമിൽ അവർ കുറെ സംഭവങ്ങളൊക്കെ കണ്ടു എന്നുള്ള സംഭവവും അങ്ങനെ എന്തായാലും ഈ എപ്പിസോഡും തൂക്കിയിരിക്കുന്നത് അനുമോൾ തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈജീൻ ഇല്ലാത്തവർ. അപ്പം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മെയിൻലി ഹൈജീൻ ഇല്ലാത്തവരെയും ഹൈജീൻ ഉള്ളവരെയും കണ്ടുപിടിക്കാനായിരുന്നു. സോ ആ ഒരു ടാസ്കിലൂടെ നമുക്ക് മനസ്സിലായി ഹൈജീൻ ഒട്ടും ഇല്ലാത്ത 3 പേരാണ്. അതായത് അനീഷ്, രന ആൻഡ് രേണു. അതുപോലെ തന്നെ ഹൈജീൻ നല്ല രീതിക്ക് ഹൈജീൻ ഉള്ള ഒരാൾ എന്ന് പറയുന്നത് ബിന്നിയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം രേണുവിന്റെ കാര്യം നമ്മുടെ അനുമോള് വന്നിട്ട് പറയുന്നത് തല ഫുള്ള് പെയിനാണ്, പെയിൻ ഇങ്ങനെ ചൊറിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പറത്തി വിടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്, കുളിക്കാറില്ല എന്നൊക്കെ. അപ്പൊ രേണുവിന് സെപ്റ്റിക് ടാഗ് കഴിഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്ക് കിട്ടിയിരിക്കുകയാണ് ഇത്. അപ്പം ആക്ച്വലി കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, രേണുവിന്റെ തലയിൽ പെയിൻ അല്ലായിരിക്കും, ആക്ച്വലി ഈ ഒരു ഒട്ടിക്കുന്ന ഒരു സംഭവമാണ്, അത് ഇളകി വരുന്നതാണ്. അപ്പൊ ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സംഭവം ഇളകി വരുന്നു എന്നാണ്. അപ്പൊ ഇപ്പൊ അത് ബിബിയില് എല്ലാവരും അത് പറയുന്നുണ്ട്, പെയിൻ ആണെന്നുള്ളത്, തലയിൽ കൂടെ പെയിൻ ഇങ്ങനെ ഇറങ്ങി വരുവാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അനുമോള് പറയുന്നുണ്ട് കിടക്കുന്ന ഒരു ബെഡ് പോലും പുള്ളിക്കാരി ശരിക്കൊന്നും മടക്കി വെക്കത്തില്ല എന്നുള്ളത്. അത് നമ്മള് രേണുവിന്റെ വീടിന്റെ ഇഷ്യൂ വന്നപ്പോഴേ കണ്ട. സോ രേണു ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ പോയി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ കണ്ടന്റായ കുറെ കാര്യങ്ങളൊക്കെ പ്രൂവ് ആയി കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ ഏവിയേഷൻ പഠിച്ചിരുന്നു, ആ ഒരു സംഭവം പോലും നമ്മുടെ ബിബി ഹൗസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് പൊട്ടിപ്പോകുന്നത് പോലെയാണ്, നമുക്ക് അത് കള്ളത്തരമാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അന്ന് കിച്ചു വന്ന് ഇവരുടെ വീടിന്റെ ഫോട്ടോ എടുത്തപ്പോൾ വീട് ഒട്ടും വൃത്തിയില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പം ആക്ച്വലി ഇവരുടെ ക്യാരക്ടറെ അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ഒരു വൃത്തിയില്ലാതെ വെക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് മനസ്സിലായി. കാരണം കിടക്കുന്ന ബെഡ് പോലും പുള്ളിക്കാരി ശരിക്കും ഒന്നും മടക്കി വെക്കില്ല. അപ്പൊ പിന്നെ പുള്ളിക്കാരി വന്നിട്ട് എല്ലാ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പൊയ്ക്കോളാം ബിഗ് ബോസ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നല്ല രീതിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റാതെയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്, അപ്പൊ ഇത് എല്ലാവർക്കും സ്പ്രെഡ് ആവും. അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് അത് ഫീൽ ആയത്. അല്ലെങ്കിൽ ആക്ച്വലി എന്നൊന്ന് കുളിച്ചാൽ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം കുളിക്കുന്നില്ല, മുടി. അപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് രേണുവിന് മുടി എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്ത് അവര് ഓൾറെഡി പറഞ്ഞിരുന്നു തലയിൽ പെയിനാണ്, ഫുൾ ഓഫ് പെയിൻ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പം അതും ഇവിടെ ഇപ്പൊ പ്രൂവ് ആവുകയാണ് ഗൈസ്. അപ്പോ എന്തായാലും രേണുവിന് വൃത്തിയില്ല എന്നുള്ള കാര്യം, വൃത്തിയില്ല, പിന്നെ പുള്ളിക്കാരി ഒരു ആക്റ്റീവ് അല്ല, എപ്പോഴും ചടഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു, ഇപ്പൊ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ മടുത്തവിടെ, പുള്ളിക്കാരിക്ക് ഈ ഒരു ലൈഫ് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ അവിടെയുള്ള ഹൗസിലുള്ള എല്ലാവരും തന്നെ പറയുന്നുണ്ട്, അവിടെയുള്ള എല്ലാ ക്യാമറയിലും പോയിട്ടും സുധിക്കാട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് രേണു. സുധി, കുറച്ച് കഴിയുമ്പോഴത്തെ ഋതപ്പൻ, കുറച്ച് കഴിയുമ്പോഴത്തേന് കിച്ചു, അങ്ങനെ എല്ലാവരും പോയിട്ട് ഈ ഓരോ ക്യാമറയിലും പോയി പറയുന്നുണ്ടെന്ന് നമ്മുടെ ശാരിക പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വെളിയിലേക്ക് ബിഗ് ബോസ് എത്തിക്കുന്നില്ല. ബട്ട് രേണു വിചാരിക്കുന്ന അതൊക്കെ ബിഗ് ബോസ് വെളിയിലേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ്. വേറൊരു കണ്ടന്റും പുള്ളിക്കാരിക്കില്ല. സോ രേണു എന്താണെന്നുള്ളൊരു ഫുൾ ഓഫ് പിക്ചർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. രേണു എന്താണ്, രേണു എങ്ങനെയാണ്, പുള്ളിക്കാരി എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇനി വെളിയിൽ വന്നാലും പുള്ളിക്കാരുടെ നിലനിൽപ്പ് എന്താണെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. സോ അങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ശൈത്യ ആൻഡ് ഷാരിക, അവര് നൂറ, ആദില, അവരെല്ലാരും കൂടി ഇരുന്നിട്ട് ഓൾറെഡി രേണുവിനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സാരികയാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ചിരിക്കുകയും അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വന്നിട്ട് ശൈത്യ വന്നിട്ട് അനുമോളുടെ അടുത്ത് പറയാണ്, നീ അങ്ങനെ പറയണ്ടായിരുന്നു, അപ്പം രേണു പറഞ്ഞ മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നു. മാറ്റി നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ബിബി ഹൗസിൽ എല്ലായിടത്തും ക്യാമറയുണ്ട്, ബാത്റൂമിൽ ഒഴിച്ച്. സോ അവരെ ഏതൊരു രീതിയിലാണ് മാറ്റി നിർത്തി പറയുക. പിന്നെ അനുമോളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അനുമോള് ഹൈജീന്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു, ഇന്നലെ രാവിലെ ഫുഡ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഉപ്മാവ് എങ്ങാണ്ട് ഉണ്ടാക്കുക.
പുള്ളിക്കാരി ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്ലാബിൽ കയറി ഇരുന്നിട്ട്. അപ്പൊ ആരും പറയുന്നുണ്ട് കയറിയിരിക്കൽ. ഈ സ്ലാബിൽ തന്നെയാണ് എല്ലാ സ്പൂൺസും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത്. സോ അവിടെ പുള്ളിക്കാരി ഇങ്ങനെ കയറി ഇരുന്ന് കഴിയുമ്പം അതെനിക്കൊരു ഹൈജീൻ ഇല്ലാത്ത, ബാക്കി ആരും വേറൊരു കാര്യത്തിനും ഹൈജീൻ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ജിസലിന്റെ കാര്യമാണ് നെക്സ്റ്റ് അനുമോള് പറഞ്ഞത്. അതായത് ജിസലിന് ഒരു വൃത്തിയുമില്ല, ആക്ച്വലി എല്ലാ ഫുഡിലും ഇങ്ങനെ സ്പൂൺ ഇട്ട് നക്കിയിട്ട് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. ദറ്റ്സ് കറക്റ്റ്. അപ്പൊ ഒനീലിനൊക്കെ ഭയങ്കര ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയി. ചിലപ്പോൾ ഇവിടെ തുപ്പൽ ആഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നല്ല ടേസ്റ്റി ഫുഡ് അവള് സെർവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതും നമ്മുടെ അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് എന്താണോ ആക്ച്വലി പുള്ളിക്കാരി ഒരു ഭയങ്കര സപ്പോർട്ടായി വരികയാണ്. പുള്ളിക്കാരി അവിടെ കാണുന്നത് എന്താണോ അതങ്ങ് വിളിച്ച് പറയുകയാണ് കേട്ടോ. എന്തായാലും അനുമോൾ ഇങ്ങനെ അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം നമ്മുടെ അക്ബറും അനുമോളും തമ്മിൽ ഉള്ളൊരു ഫൈറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. അതായത് ബാത്റൂമില് കുറച്ച് സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മൂത്രം ഒഴിച്ചിട്ട് മൂത്രം ഇങ്ങനെ ബാത്റൂമിന്റെ ചുറ്റും വീണുന്നു. അതുപോലെ തന്നെ വേറെ കുറെ സാധനങ്ങൾ ഇവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പലതും അവിടെ കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പൊ അക്ബർ ചോദിക്കുക, എന്താ കാണുന്നത്, എന്താ അടി നീ കണ്ടേ എന്നുള്ളത്. അപ്പം ഉടനെ ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട്, ഫ്ലഷ് 0.0% പോലും നിങ്ങൾ ഫ്ലഷ് അടിക്കുന്നില്ല, നിങ്ങൾ ഫ്ലഷ് അടിക്കണം എന്നുള്ള രീതിയിൽ ആര്യം പറയുന്നുണ്ട്. അപ്പം അനുമോളോട് അക്ബർ പറഞ്ഞ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊട്ടിച്ചു കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവര് പറയുന്നുണ്ട് അടുത്തതായിട്ട് ബീബി ഇനി കക്കൂസിൽ കൂടെ ക്യാമറ വെക്കാൻ പോവാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ എന്തായാലും ഇത്രയും ഒരു സീസണിൽ ഇത്രയും ഹൈജീൻ ഇല്ലാത്ത കുറെ ആൾക്കാരെ കണ്ടിട്ടുള്ള. കഴിഞ്ഞ വർഷം ലൈക്ക് ജാസ്മിന്റെ ഇയർ ജാസ്മിൻ കുളിക്കത്തില്ല, ലൈക്ക് തുപ്പൽ ചായ, അത് പുള്ളിക്കാരി അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. കുളിക്കത്തില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ലൈക്ക് ഹൈജീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്നൊക്കെ പറയുമ്പം അത്രയ്ക്കും ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് പെയിന് കാര്യങ്ങളൊക്കെ പൊഴിത്തത്. അപ്പം പുള്ളിക്കാരി വന്ന ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ട് ബിബിയിലേക്ക് വരാൻ സമയം. അപ്പം ഇത്രയും വീഡിയോസ് പുള്ളിക്കാരി എടുത്തു വെച്ചല്ലോ, ആ വീഡിയോ എടുത്തതിന്റെ ഒരു കുറച്ച് സമയം മതിയായിരുന്നല്ലോ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വരാനായിട്ട്. അപ്പൊ അന്നേ തലയിൽ പെയിൻ ഉണ്ടായിരുന്നോ? എന്തായാലും കൊള്ളാം. രേണു പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ രേണു എന്തായാലും സ്വയം ബിബിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ അതെന്തായാലും സംസാരിക്കും തോന്നുന്നു. സോ എന്തായാലും രേണുവിന് ഭയങ്കര ഒരു നാറ്റക്കേസ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.